വയനാട് പുൽപ്പള്ളി വെളുകുലിയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശവാസി ജിത്തുവാണ് കടുവയെ ഇന്നലെ വൈകിട്ട് 4 മണിയോടെ കണ്ടത്. വനത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലയ്ക്ക് അടുത്താണ് കടുവ എത്തിയത്. വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ആ പ്രദേശത്തുള്ളവരൊക്കെ ഭീതിയിലാണോ? ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ ഇപ്പോൾ? ലക്ഷ്മിപദ്മ, ഈ വനമേഖലയായതിനാൽ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതേസമയം തന്നെ ജനവാസ മേഖലയുടെ അടുത്ത സ്ഥലം കൂടിയാണ്. അതാണ് ഈ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് പോലും വൈകിട്ട് ഏകദേശം 4 മണിയോടെയാണ് ഈ പ്രദേശവാസി ജിത്തു കണ്ടത്. അദ്ദേഹം പുൽപ്പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ജീപ്പിൽ പോകുന്ന സമയത്താണ് റോഡ് ക്രോസ് ചെയ്യുന്ന കടുവയെ കണ്ടത്. അവർ അല്പം 2-3 ദൃശ്യങ്ങളും എടുത്തു. ഈ ഒരു സാഹചര്യമാണ് അവരെ ആശങ്കയിലാക്കുന്നത്. കാരണം വൈകിട്ടോടുകൂടി വീട്ടിലേക്ക് പോകുന്ന ആളുകൾ, ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾ എല്ലാം സഞ്ചരിക്കുന്ന വഴിയാണിത്. അവിടെയാണ് ഈ കടുവ ഒരു പകൽ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഈ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഒരുപക്ഷെ ഒരു ബൈക്കുകാരനെയോ മറ്റോ നടന്നു പോകുന്ന ആളുകളെയാണെങ്കിൽ ഒരുപക്ഷെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. വനമേഖലയാണെന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. വനത്തിനോട് അടുത്ത് തന്നെ ഒരു ജനവാസ മേഖലയാണ്. പക്ഷേ അതേസമയം തന്നെ ആളുകൾക്ക് ഭീതിയാകുന്നത് രാവിലെ, അതായത് പകൽ സമയത്ത് ഈ കടുവയെ കണ്ടു എന്നുള്ളതാണ്. എന്തായാലും വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതിന് സമീപത്തായി കടുവ വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. പോയതാണെന്നാണ് വനംവകുപ്പ് അടക്കം വിശദീകരിക്കുന്നത്. ഇതിനെ പിടികൂടുക എന്ന സാഹചര്യമല്ല, പ്രത്യേകിച്ച് വനമേഖല അതിൽ തന്നെ കടുവയെ പിടികൂടും. പക്ഷേ ഇത്തരത്തിൽ ആളുകൾക്ക് ഭീതിയാവാത്ത രീതിയിൽ ഈ കടുവ എത്തില്ല എന്നൊരു കാര്യം ഉറപ്പുവരുത്താനായിരിക്കും വനംവകുപ്പിന്റെ ശ്രമം. എന്തായാലും നിരീക്ഷണം. വയനാട് നിന്ന് ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.